ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും സാറസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് താനിപ്പോൾ അവിടെ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ 3 മാസം കൊണ്ട് തനിക്ക് അവിടെ ഒരു അത്ഭുതമായ കൺഫർമേഷൻ ലഭിക്കേണ്ടതിനായിട്ടും തൻ്റെ ജോലിയിലെ എല്ലാ കാര്യങ്ങളും ദൈവത്താൽ നടത്തപ്പെടേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ 2 മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ദൈവം അത്ഭുതകരമായ 2 മക്കളെയും നടത്തേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ഇളയ മകൻ ഇപ്പോൾ 12ാം സ്റ്റാൻഡേർഡിലായിരിക്കുന്നു. ദൈവം അതിനെ നടത്തേണ്ടതിനായിട്ട് എല്ലാ നിലയിലും ദൈവം മാനിക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഹല്ലേലൂയ അത്ഭുതകരമായി മുമ്പോട്ട് നടത്തുകയും അടുത്ത വർഷം അയർലൻഡിൽ വരാനുള്ള വഴിയും തുറക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സഹോദരി മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമാണ്. കണ്ണുകളും നടക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സാറാസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയതായി ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ എല്ലാ നിലയിലും ദൈവികമായ കാവൽ വെളിപ്പെടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 91 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവെ, ദൂതന്മാരുടെ സംരക്ഷണം വെളിപ്പെടുത്തണമേ. ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമപ്പ. പ്രത്യേകിച്ച് 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. ഇളയ മകൻ ആ ദേശത്തിലായിരിക്കുന്ന കർത്താവെ, ആ മകനെ സ്പെഷ്യലായി ദൈവം കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവെ, 2 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം 2026 അയർലൻഡിൽ തൻ്റെ കൂടെ ജീവിക്കാനുള്ള വഴി അങ്ങ് തുറക്കണമേ അപ്പ. കർത്താവ് എല്ലാ നിലയിലും അതിനുള്ള വാതിലും വഴിയും തുറക്കണമെന്ന് ഓർപ്പിക്കുന്നു. നാട്ടിൽ തൻ്റെ ജോലിക്ക് അതിനനുസരിച്ചുള്ള ലീവ് കിട്ടാനുള്ള വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് കരുതുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരിയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ നിലയിലും ഈ സഹോദരി ആ ഹോസ്പിറ്റലിൽ മാനിക്കപ്പെട്ടതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് സഹോദരിയെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ തിരുവചനം മാറ്റം കൊണ്ടുവരും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുകയും എത്രത്തോളം വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമോ അത്രത്തോളം വലിപ്പമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് ചലിക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചലിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ അടഞ്ഞ വഴികളെ ഈ വചനം തുറക്കും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ കേൾക്കുന്ന വചനത്തിന് ജീവനുണ്ട്. എന്നെ കേൾക്കുന്നവരെ, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് നിങ്ങളുടെയും എൻ്റെയും പാതയെ തുറക്കാൻ കഴിയും. അത്ഭുതകരമായി സൗഖ്യത്തെ കൊണ്ടുവരാൻ കഴിയും. ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ആഴമായി ശ്രദ്ധിക്കുക. ഈ വചനം അയക്കപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് സ്വയമേ കയറാൻ പറ്റാത്ത എല്ലാ മേഖലയിലും ഈ തിരുവചനം നിന്നെ കരകയറ്റുകയും നിങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യും. അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അതിൻ്റെ കാര്യം തികയ്ക്കാതെ, ഈ വചനത്തിൻ്റെ ഇഷ്ടം തികയ്ക്കാതെ തിരിച്ചു മടങ്ങിപ്പോകത്തില്ല. നിങ്ങൾ എത്ര പേർ ഈ സമയത്ത് നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വചനം അനേകരെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഈ വചനം മാറ്റം കൊണ്ടുവന്നു എങ്കിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെട്ടാൽ, ദൈവത്തിൻ്റെ വചനത്തെ റിസീവ് ചെയ്യാൻ ആരെങ്കിലും നിന്നാൽ അവിടെ പച്ചവെള്ളം വീഞ്ഞായി തീരും. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ വിശ്വാസം സംസാരിക്കാൻ തുടങ്ങണം. സംസാരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ആദരത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് സദൃശവാക്യക്കാരൻ പറയുന്നത്. ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
കഴിയുന്നവരുണ്ടെങ്കിൽ വാ തുറന്ന് വിശ്വാസത്തെ ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങുക. ഇന്നലകളിൽ തോറ്റവരുണ്ടാകാം, ഇന്നലകളിൽ തകർന്നവരുണ്ടാകാം. പക്ഷേ ഇന്നു മുതൽ പത്രോസിൻ്റെ പടകിൽ കയറിയവൻ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം ചെയ്യുന്നു. അതെന്താ പാസ്റ്റർ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്നലെ പത്രോസ് അതേ കടലിൽ, അതേ പടകിൽ, അതേ വലയിൽ ശൂന്യതയും നിരാശയും കണ്ടെങ്കിൽ യേശു ആ പടകിൽ കയറിയതോടെ സാഹചര്യം മുഴുവൻ മാറി. ആ പടക് നിറയെ മാത്രമല്ല, മറ്റുള്ള പടകുകളെ കൂടെ വിളിച്ച് നിറയ്ക്കുന്ന രീതിയിൽ ഒരു വലിയ അത്ഭുതം യേശു ചെയ്തെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ വരെയും നിങ്ങൾ ശൂന്യത കണ്ടു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു നിന്ദാപാത്രമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനത്തെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുത വഴി തുറക്കാൻ പോകുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പ്രതികരിക്കാൻ തുടങ്ങുക. പ്രതികരിക്കുന്നതിന് വേണ്ടി യേശു നിൽക്കാൻ തുടങ്ങും. വഴി അരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആരവം കേൾക്കുകയാണ്. അവൻ ചോദിച്ചു, ഈ ആരവം എന്താണ്? ഹല്ലേലൂയ. അതിനകത്തൊന്ന് അവൻ്റെ അടുക്കൽ നിന്ന് ചിലവർ വിളിച്ചു പറഞ്ഞു, നസറേന യേശു ഇതിലേക്ക് കടന്നു പോവുകയാണ്. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന, എൻ്റെ ജീവിതത്തിനകത്ത് സൗഖ്യം കൊണ്ടുവരാൻ കഴിയുന്നവൻ ഇതായി എൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. അവൻ ഉറക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റ് മുതൽ ഇന്നലെ എങ്ങനായിരുന്നു നിങ്ങളുടെ ജീവിതം എന്നുള്ളതല്ല, ഈ മിനിറ്റിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് സംഭവിക്കാൻ പോവുകയാണ്. ആഴമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ ഇന്നത്തെ ഈ വചന സന്ദേശം എൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ആ നിലയിൽ തന്നെ ഞാൻ കുറിവാക്യം എന്ന നിലയിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ജീവിതത്തിനകത്ത് ക്ഷീണം അനുഭവിക്കുന്നവരുണ്ടാകാം, മടുത്തുപോയവരുണ്ടാകാം. ഒന്നുകൂടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ക്ഷീണമെന്ന് പറയുന്നതും മടുത്തുപോയുന്ന അനുഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, നമുക്കതിനെ ജയിക്കാൻ കഴിയാതെ നീണ്ട നാളുകളായിട്ടൊരു നന്മ കാണാൻ പറ്റാതെ എവിടെയോ ഒതുങ്ങിപ്പോയ ഒരു അനുഭവമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ആകാശത്തു നിന്ന് തീയിറക്കിയ ഏലിയാവ് ഇതാ ഒരു സ്ത്രീയുടെ വാക്കിനകത്ത് നിരാശപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലകളിൽ വലിയ ദൈവപ്രവർത്തികൾ കണ്ടെങ്കിലും ജീവിതത്തിനകത്ത് ചിലവരുടെ വാക്ക്, സാഹചര്യം എല്ലാം ഇപ്പോൾ നമ്മെ തകർത്തതുപോലെ, നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തതുപോലെ, മുമ്പലത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തതുപോലെ, ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് നേരിടുന്ന പ്രതികൂലത്തിൽ നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകാം, തളർന്നു പോകാം, മടുത്തു പോകാം. പക്ഷേ ഇന്നത്തെ ഈ വചനത്തിനകത്ത് ആഴമേറിയ 5 കാര്യങ്ങൾ, ക്ഷീണിച്ചു പോകുന്ന 5 കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ക്ഷീണത്തെ ജയിക്കാനുള്ള 5 കാര്യത്തെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറയുന്നു. ജീവിതത്തിനകത്ത് മടുപ്പ് വരാം, ക്ഷീണം വരാം. പക്ഷേ ഒരു ദൈവം ഇതിൽ തിരിച്ചറിയേണ്ടത്, യേശു കർത്താവ് ഇതിനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിശ്ചയമായും ജയിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൽ അത്ഭുതത്തെ കാണാൻ തയ്യാറാകണം. ഞാൻ ഈ ആരംഭത്തിൽ തന്നെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷീണിച്ചു പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ്. നിങ്ങൾ കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കണം കേട്ടോ. നീണ്ട 18 മണിക്കൂറുകൾ കോടതികൾ മാറി മാറി ചോദ്യം ചെയ്യുകയും അതേപോലെ തന്നെ ശരീരം മുഴുവൻ ഉഴവ് ചാല് പോലെ കീറി മുറിക്കപ്പെട്ട് ആ കാൽവരി ക്രൂശിലേക്ക് ക്രൂശീകരണത്തിന് വേണ്ടി പോകുമ്പോൾ വീണും എഴുന്നേറ്റും ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും വലിയ തകർച്ചയിലൂടെ പോകുന്ന യേശു കർത്താവിനോട് ശത്രു വന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ ഭാഷയാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം പ്രതികൂലമാകുമ്പോൾ, എല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോഴേ അറിയാം നമുക്ക് വിരോധമായി നിൽക്കുന്നവർ എഴുന്നേൽക്കത്തോളൂ. എന്തിനാ നീ പ്രാർത്ഥിച്ചത്? എന്തിനാ ഇത്രത്തോളം ദൈവത്തെ വിളിച്ചത്? നിൻ്റെ ജീവിതത്തിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ശത്രു എഴുന്നേൽക്കുന്നത് കാണാൻ പറ്റും. ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് യേശു കർത്താവിനോട് ശത്രു വന്ന് ചോദിക്കുന്നുണ്ടാകാം, നിൻ്റെ ദൈവം എവിടെയാണ്? നിൻ്റെ പിതാവ് എവിടെയാണ്? എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല. യേശു കർത്താവ് ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് ഉറക്കെ വിളിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം എല്ലാവർക്കും അറിയാം. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ക്രൂശീകരണത്തിൽ അവൻ മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ യേശു കർത്താവ് ആ കാൽവരി ക്രൂശിൽ കിടന്ന് ബന്ധത്തിൽ ആഴമായി വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം അവസാനിച്ചെന്ന് തോന്നിയാലും, ഇനി ഒരു ഉയർച്ചയില്ലെന്ന് തോന്നിയാലും, നിങ്ങൾ ബന്ധത്തിൽ അപ്പാ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ, ബന്ധത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, എത്ര തകർച്ചയിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ദൈവം പ്രതികരിക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തെള്ളിപ്പറഞ്ഞ് ഓടിപ്പോവുകയല്ല. ഈ സമയത്ത് ബന്ധത്തിനകത്ത് നിങ്ങൾ യേശുവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറാകുക. ക്രൂശിൽ ഏറ്റവും താഴ്ത്തിയവനെ ഇതാ 3-ാം ദിവസം ഏറ്റവും ഉയർത്തുന്നത് കാണാൻ പറ്റും. എല്ലാ നാമത്തിനും മുകളിലുള്ള നാമം നൽകി എൻ്റെ
യേശുവിനെ മാനിച്ചു എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, അതേ ദൈവം ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറിവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. നിങ്ങൾ നോക്കേ, യേശു കർത്താവിനെ കുറിച്ചാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. പാപികളാൽ വിരോധം നേരിട്ടവനെ ധ്യാനിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴും വെല്ലുവിളികളും കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴും ദൈവമാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞതും ആ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുകയും ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ് എൻ്റെ യേശു കർത്താവ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാനതിനെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയവനായ യേശുവിനെ ഒന്ന് ധ്യാനിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, യേശുവിനെ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര ക്ഷീണിച്ചു പോയ അനുഭവത്തിനകത്തും എത്ര മടുത്തുപോയ അനുഭവത്തിനകത്തും നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ അത്ഭുതത്തെ കർത്താവിന് ചെയ്യുവാൻ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ എഴുന്നേൽപ്പിനെ അയക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഏലിയാവിനെ ആ ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഓട്ടം ഓടേണ്ടതിനായി, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ആവേശകരമായി മാറേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആഴമായ വചനചിന്തയിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ജീവിതത്തിനകത്ത് മടുത്തുപോയി എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ ഈ സമയത്ത് ആഴമേറിയ നന്മകൾ അനുഭവിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചാൽ ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിനകത്ത് ആദ്യത്തെ 11 വാക്യങ്ങൾ നിങ്ങൾ ആഴമായി വായിച്ചു നോക്കണം. ആസാഫ് തളർന്നു പോകുന്ന അനുഭവങ്ങൾ കാണാൻ പറ്റും. ആസാഫ് ഒത്തിരി വേദനപ്പെടുന്ന അനുഭവങ്ങൾ കാണാൻ പറ്റും. കാരണം ദുഷ്ടന്മാരുടെ ഉയർച്ച കണ്ടിട്ട്, ദുഷ്ടന്മാരുടെ നന്മ കണ്ടിട്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് ആസാഫ് ദൈവസന്നിധിയിൽ ദൈവത്തോട് പിറുപിറുക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആസാഫ് വലിയ വേദനയിലായിത്തീരുന്നത് കാണാൻ പറ്റും. 16-ാമത്തെ വാക്യം വരെയും ശ്രദ്ധിച്ചാൽ, 73-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം വരെയും ശ്രദ്ധിച്ചാൽ ആസാഫ് ക്ഷീണിച്ചു പോകുന്ന ഒരു അനുഭവം കാണാൻ പറ്റും. ഇന്ന് ഇതേപോലെ ക്ഷീണിച്ച് നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ തയ്യാറായാൽ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ അനുഭവങ്ങൾ സംഭവിക്കും. ദൈവം ഇടപെടാൻ തുടങ്ങും. ആ നിലകളിൽ എന്നെ കേൾക്കുന്നവരെ ആരംഭത്തിൽ ഞാൻ 5 വിധത്തിലുള്ള ക്ഷീണങ്ങളെക്കുറിച്ചൊന്ന് തൊടുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്നാമത് ശാരീരിക ക്ഷീണമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. യേശു കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ശാരീരികമായ ക്ഷീണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ജീവിതത്തിനകത്ത് നന്മ കാണാതെ ഒത്തിരി അലഞ്ഞുപോയ, ഒത്തിരി വഴി നടന്ന് ക്ഷീണിച്ചവരെ എനിക്ക് ഈ വചന സന്ദേശത്തിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശു കർത്താവ് വഴി നടന്ന് ക്ഷീണിക്കുന്ന സമയത്ത് അവൻ ചെന്നിരുന്നത് യാക്കോബിൻ്റെ ഉറവയുടെ അരികിലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ മണിക്കൂറുകളിൽ നിങ്ങളെ തണുപ്പിക്കുന്ന, നിങ്ങളുടെ ദാഹത്തെ മാറ്റുന്ന ചില ഉറവകളെ എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ട് ബെർശേബ മരുഭൂമിയിലേക്ക് ഹാഗാറിനെയും ഇഷ്മായിലിനെയും തള്ളിവിടുന്നത് കാണാൻ കഴിയും. പക്ഷേ ആ മരുഭൂമിയിൽ നിന്ന് ഹാഗാറും ഇഷ്മായിലും തീരുമെന്ന് ലോകം പറഞ്ഞിട്ടുണ്ടാകാം, ശത്രു വിധി എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ അവിടെ വെച്ച് ഇതാ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ആ ബെർശേബ മരുഭൂമിയിൽ ഉറവയെ തുറന്ന കർത്താവ് ഹാഗാറിൻ്റെ കണ്ണിനെ ദൈവം തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നിരാശ മാറുന്ന രീതിയിൽ, നിങ്ങളുടെ ക്ഷീണം മാറുന്ന രീതിയിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു. ഉറവകൾ കാണാൻ പോവുകയാണ്. ഒന്നാമത്തത് ശാരീരിക ക്ഷീണമാണെങ്കിൽ, രണ്ടാമത്തത് മാനസിക ക്ഷീണമാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ആഹാരത്തിന് കുറവില്ലായിരുന്നു, വസ്ത്രം പഴകിയില്ല, അവരെ ചെരുപ്പ് തേഞ്ഞില്ല. പക്ഷേ അവർ ദീർഘനാളുകൾ നടന്നു തളർന്നു പോയതായി കാണുകയാണ്. പുറമേ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാം അവർക്ക് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കേട്ട വാഗ്ദത്തത്തെ അവർക്ക് കാണാൻ പറ്റാതായതോടെ അവരുടെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോയതായിട്ടാണ് കാണുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളോട് ഈ ആഴം ഒന്ന് പറയാം. നമ്മൾ ചില വിഷയങ്ങൾക്കായിട്ട് നാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു മറുപടി കാണാതെ വരുന്നതോടെ നമ്മുടെ മനസ്സങ്ങ് തളർന്നു പോകും. ഇനി എന്തിനാ ആ തലമുറയുടെ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് ക്ഷീണിച്ച ഒത്തിരി പേരെ എനിക്കിതിനകത്ത് കാണാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന
ആ ക്ഷീണത്തെ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കുവാൻ തയ്യാറാകുക. എങ്കിൽ മൂന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന, വിശ്വാസത്തിൽ തളർന്നു പോകുന്ന ഒരു തലം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. 19-ാമത്തെ വാക്യം നിങ്ങൾ നോക്കേ. അവന് 100 വയസ്സായി. വാഗ്ദത്തം കേട്ടത് 75-ാമത്തെ വയസ്സിലാണ്, പക്ഷേ ഇപ്പം 100 വയസ്സായി തീരുകയാണ്. ശരീരം നിർജീവമായി എന്ന് പറഞ്ഞാൽ മരിച്ച നിലയിലായി. തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവൻ വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ ചിലവരെ നോക്കിയിട്ട് പറയാം, ഇറങ്ങിത്തിരിച്ചത് വലിയ ആവേശത്തിലാണ്, പക്ഷേ ഇപ്പം കൈയടിക്കാൻ പോലും പറ്റുന്നില്ല. പല നന്മകളും കാണാൻ പറ്റാതെ ശത്രു വിശ്വാസത്തിൽ നിങ്ങളെ ക്ഷീണിപ്പിച്ചെങ്കിൽ, അഭിഷേകത്തിൽ നിങ്ങളെ ക്ഷീണിപ്പിച്ചെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്ന ഈ വചനത്തിനകത്ത് നിങ്ങൾ ബലം പ്രാപിക്കണം. അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതാ 20-ാമത്തെ വാക്യം നമ്മോടുള്ള പ്രവചന ദൂതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ലെന്നുള്ളൊരു ഭയങ്കര ബോധ്യം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ക്ഷീണിക്കത്തില്ല കേട്ടോ. ദൈവം തക്ക സമയത്തൊരു വഴി തുറക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ, ആ ഉയർച്ചയിൽ ഇപ്പോൾ ഈ മൂന്നാമത്തെ തലമുകൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കാം, നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൽ നാം പിന്നോട്ട് പോകാം. എന്നാൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ തയ്യാറാകുക. എങ്കിൽ 4-ാമത്തത് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. സങ്കീർത്തനം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചും ഇരിക്കുന്നു. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചിലവർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർ ഉറക്കം നഷ്ടപ്പെടുന്നു. ജോലിയിലെ വിരോധം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇടപെടുന്ന മേഖലകളിലെല്ലാം പ്രതികൂലങ്ങൾ കണ്ടിട്ട് ജീവിതത്തിനകത്തും ഒറ്റപ്പെട്ട് ക്ഷീണിച്ചു പോയവരുണ്ടാകാം. ഹല്ലേലൂയ. ഇതാ എൻ്റെ വൈരികൾ നിമിത്തം ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വൈരികൾ നിമിത്തം നിങ്ങളെ പുറമെ ചിരിച്ചു കാണിച്ചിട്ട് ഉയർച്ച തരാതെ നന്മകളെ മുഴുവൻ തടയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവേ എന്നൊന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കാൻ കഴിയും. വൈരികൾ നിമിത്തം ക്ഷീണിച്ചു പോയവരെന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഒരു ജയത്തിലേക്ക് നിങ്ങൾ നടക്കാൻ തയ്യാറാകുക. എങ്കിൽ 5-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് 31-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ഇതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുകയാണ്. ജയിക്കാൻ കഴിയാത്ത പാപ നിമിത്തം ഇതാ അവൻ്റെ ബലം ക്ഷീണിച്ചു, അവൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു ഇരിക്കുന്നത് കാണാൻ പറ്റുന്നു. നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഒത്തിരി മേഖലകളുണ്ടാകാം. ഹല്ലേലൂയ. പാപ സ്വഭാവത്തെ ജയിക്കാൻ പറ്റാതെ ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബലം അതിനകത്ത് ക്ഷീണിച്ചു പോവുകയും നിങ്ങളുടെ അസ്ഥികൾ അതിനകത്ത് ക്ഷീണിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ ഇന്ന് ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ 5 വിധങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കുന്നതാണെങ്കിൽ ഈ 5 വിധത്തിലുള്ള ക്ഷീണത്തെ, മടുപ്പിനെ ജയിക്കാനുള്ള 5 മേഖലകളെ ഞാൻ വേഗത്തിലൊന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമത് മടുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷീണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 73-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞു. ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. അതിനകത്ത് ആസാഫ് പറയുന്ന ഒരു ആഴം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആസാഫ് ആദ്യത്തെ 16 വാക്യങ്ങളിൽ വലിയ വിഷമത്തെ, നിരാശയെ വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. എന്നാൽ 17-ാമത്തെ വാക്യം ഒന്നാമത്തെ ചിന്തയാണ്. 73-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശയും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ നിങ്ങൾ ആരാധനയിൽ മുടക്കം വരരുത്. പൗലോസ് വ്യക്തമായി എബ്രായ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. 24-ാമത്തെ വാക്യം. ചിലവർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പൗലോസ് പറയാണ്, നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈ 2 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ആരാധനകളിൽ നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ പുതുക്കം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീക വർധനവ് സംഭവിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും അധികം ബലത്തോടെ ഓടുവാൻ തയ്യാറാകും. കാരണം ദൈവശബ്ദം നമ്മെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിനകത്ത് വഴികളെ തുറക്കുന്നതാണ്. ക്രൂശീകരണത്തിൻ്റെ രഹസ്യം നിങ്ങൾ നോക്കി. അവർ അവനെ ക്രൂശിച്ചു,
ആ ക്രൂശീകരണത്തിനകത്ത് ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഒറ്റയ്ക്കാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാഹചര്യങ്ങളും എന്തെല്ലാം പ്രതികൂലങ്ങളുമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും എൻ്റെ ദൈവം ഒറ്റയ്ക്ക് മതി നിന്നെ ഇന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മണിക്കൂറിൽ ഈ വചനം നിന്നെ എഴുന്നേൽപ്പിക്കും, നിന്റെ ആവേശത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തത്, സഭാരാധന മുടക്കരുത്. ഹല്ലേലൂയ. ആലയത്തിൽ പോകുന്നത് മുടക്കം വരുത്തരുത്. അവിടെ നിന്റെ ക്ഷീണം മാറുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തത്, ഞാൻ നിങ്ങൾ വായിച്ച വാക്യമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കേണ്ടതിന് യേശുവിനെ ധ്യാനിക്കുവാൻ തയ്യാറാകണം. ആ സ്നേഹനിധിയെ, കാൽവരി ക്രൂശിൽ വില തന്ന എൻ്റെ കർത്താവിനെ ധ്യാനിക്കുവാൻ തയ്യാറാകണം. വചനത്തെ ധ്യാനിക്കാൻ തയ്യാറാകണം. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങൾ ഈ വചനത്തെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ക്ഷീണത്തെ നിങ്ങൾ ഉറപ്പായും ജയിക്കും. കാരണം നിങ്ങളുടെ കണ്ണുനീരിനെ അത്ഭുതമാക്കാൻ കഴിയുന്ന, ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. മൂന്നാമത്തത്, കൊലോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തെ പൂർണ്ണമായി ഏറ്റെടുക്കണം. എൻ്റെ കർത്താവ് അവകാശമെന്ന പ്രതിഫലം ഓരോ ദൈവമക്കൾക്കും തരുമെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് കർത്താവിനെ മടുപ്പ് കൂടാതെ. ഈ വർഷം പല മാസങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയണം, ഞാൻ അവകാശം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ കർത്താവ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതിഫലം തരുമെന്നുള്ളത് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രതിഫലത്തിനായി മടുത്തു പോകാതെ ഓടാൻ തയ്യാറാക്കണം. എൻ്റെ കർത്താവ് വാക്ക് മാറത്തില്ല. വചനത്തിന് മാറ്റമില്ലെങ്കിൽ എൻ്റെ പ്രതിഫലം നിശ്ചയം. എങ്കിൽ 4-ാമത്തെ തലത്തിലോട്ട് നമ്മൾ വരികയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. നന്മ ചെയ്യുന്നതിനകത്ത് ഒരിക്കലും മടുത്തു പോകരുത്. ചിലവരെ സഹായിച്ച നിമിത്തം ഇന്ന് പല വഴികളും അടഞ്ഞവരുണ്ടാകാം. ചിലവരെ സഹായിച്ചിട്ട് എല്ലാ വഴികളും അടഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടാകാം. ചിലർ തീരുമാനം എടുത്തിട്ടുണ്ടാകും, ഇനി ആരെ സഹായിക്കത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ സാമ്പത്തികം നഷ്ടം അനുഭവിച്ചു, ജീവിതത്തിനകത്ത് വർഷങ്ങൾ നഷ്ടം അനുഭവിച്ചിട്ടെന്നെ കേൾക്കുന്നു. എന്നാൽ വചനം പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുത്. കാരണം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നീ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ വീണ്ടും നന്മ ചെയ്യുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ഉത്സാഹം കാണിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരെ സഹായിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ നന്മ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ ഒരുങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തിയുണ്ട്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങുക. 5-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വാക്യത്തിനകത്ത് കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, എൻ്റെ കർത്താവ് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോയതുപോലെ മടങ്ങി വരുമെന്നുള്ളത് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ക്ഷീണത്തെ ജയിക്കാൻ തയ്യാറാകുക. 2, കർത്താവിനെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ചിലത് ലഭിക്കേണ്ടതിന് വേണ്ടിയല്ല വിളിക്കേണ്ടത്. ആ സ്നേഹത്തിനകത്ത് എൻ്റെ കർത്താവ് നിത്യസ്നേഹത്താലാണ് എന്നെ സ്നേഹിച്ചത്. ക്രൂശിലെ ആ സ്നേഹത്തെ ധ്യാനിക്കാൻ തയ്യാറാകണം. കാരണം അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പൂർണ്ണമായി ജീവൻ തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് പകരമായി ഈ ഭൂമിയിൽ നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്നവരെ, നിത്യസ്നേഹം കൊണ്ട് നമ്മെ നിറച്ചവൻ, നിത്യസ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തവൻ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഈ മിനിറ്റിൽ ക്ഷീണിച്ചു പോയവർ, മടുത്തു പോയവർ വീണ്ടും ഉത്സാഹം കാണിക്കേണ്ടതിനായിട്ട് ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങൾക്കിത് മിസ്സാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഉറപ്പായും അപ്ലോഡാകും. നിങ്ങൾക്ക് ഉറപ്പായും ഈ യൂട്യൂബിൽ ചാനലിൽ വന്ന് വീണ്ടും ഇത് കാണാൻ പറ്റും. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരും. എങ്കിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ തിരിച്ച് വേറെ കമ്പനിയിലാണ് കയറിയത്. അവിടെ എന്താണോ നഷ്ടപ്പെട്ടത് അത് തന്നെ ഇച്ചായനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ ഇൻ്റർവ്യൂ നടത്തി. അത് 3 ഇൻ്റർവ്യൂവിലും പാസ്സായി. അതേ പ്രോജക്റ്റ് 2 ഇൻ്റർവ്യൂ പാസ്സായി. അതുകൂടാതെ അപ്രൂവൽ എടുക്കാനുള്ള പെർമിഷൻ കൂടെ ഹസ്ബൻഡിന് കിട്ടി. അങ്ങനെ 3 ഇൻ്റർവ്യൂ ദൈവം എന്ത് പിശാചെന്ന് തട്ടിക്കളഞ്ഞുവോ അതിൽ 10 മടങ്ങ് അധികമായി 3 ഇൻ്റർവ്യൂ പാസ്സായി. ഇന്ന് ഇച്ചായനേക്കാൾ എക്സ്പീരിയൻസും
സാലറിയും ഉള്ളവരുടെ സൂപ്പർവൈസറായിട്ട് നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകി അനുഗ്രഹിച്ച്. യേശുവിന് നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിന് ഒത്തിരി നന്ദി. ഇവിടെ വരാൻ കാരണമായത് ഒരു ചെറിയ തുണ്ട് പേപ്പറാണ്. ആ തുണ്ട് പേപ്പറിനകത്ത് ഈ സഭയിലെ ഫാസ്റ്റിംഗ് പ്രയറിനെയാണ് കാണിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് നമുക്ക് ഒന്ന് പോയി ഫാസ്റ്റിംഗ് പ്രയറിന് അവിടെ നിന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് നോക്കിയിട്ട് ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വിളിവിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടും അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ലെന്നും പറഞ്ഞാൽ ഇവിടെ വന്നത്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ചേർന്ന് ഫാസ്റ്റിംഗ് പ്രയറിൽ ഞങ്ങളിവിടെ തുടർമാനമായിട്ട് ഇവിടെ വന്ന് ആരാധിച്ചുകൊണ്ട് ദൈവദാസൻ, എൻ്റെ പൊന്ന് ദൈവദാസൻ, അദ്ദേഹം ഈ സ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളും വന്ന് നിന്നിവിടെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു വിളിച്ചു പറഞ്ഞത്. ഇന്നലെ വിളിച്ചു പറഞ്ഞതും അതും 100% സത്യമുള്ള കാര്യം. പല ആവർത്തി ഇദ്ദേഹം മരിക്കാൻ പോയി, ഞാനും മരിക്കാൻ പോയില്ല, പക്ഷെ ആ വാക്കുകൾ ഞാൻ പലതവണ പറയാറുണ്ടായിരുന്നു. എന്നിട്ടൊന്നും മരിച്ചിട്ടില്ല. പുള്ളിക്കാരൻ മരിക്കാൻ പോയിട്ട് മടങ്ങി വന്നു. പല ആവർത്തി പോയി എന്നിവിടെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ ആഴം അവിടെ മനസ്സിലാക്കിയത്. ഇപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വാരിയിട്ട് തന്ന് അത് എങ്ങനെ പറഞ്ഞിവിടെ ഫലിപ്പിക്കണമെന്നറിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ ട്രാക്റ്റും എടുത്ത് നേരെ ആശുപത്രിയിലാണ് പോയത്. പോയി എല്ലാവരുടെ അടുത്തും ജീവിക്കുന്ന സാക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ കാര്യം പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ട്രാക്റ്റുകളെല്ലാം ഞങ്ങൾ കൊടുത്തു. ദേവദാസൻ്റെ കുടുംബവും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിപ്പാൻ ഞാൻ കൃപ ചെയ്യട്ടെ. ഞങ്ങൾ ജീവിത അന്ത്യത്തോളവും ദൈവദാസനോടൊപ്പം നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്കും കൃപ ചെയ്യട്ടെ. നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വിടുതൽ എന്നെ കണ്ട ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെടുത്തണമേ. അത്ഭുതകരമായ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. സൗഖ്യം സംഭവിച്ചതിനായി നന്ദി. എഴുന്നേൽപ്പുകൾ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ ഉറപ്പായി വിളിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണും. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്, ഈ കാണുന്ന പ്രയർ ലൈനിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഈ ദിവസങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.